എനിക്ക് ഉത്കണ്ഠ ഉയർത്തുന്ന ഒരു കാര്യം തുറന്നു പറയുകയാണെങ്കിൽ, അനീഷ്യ മരിക്കുന്നതിന് മുൻപ് ഒരു സൂയിസൈഡ് നോട്ട്, പിന്നെ ഒരു 5-6 വോയിസ് ക്ലിപ്പ്, അത് വീഡിയോയിൽ വാട്സപ്പ് വോയിസ് ക്ലിപ്പ്, അതില് എല്ലാം ഈ 2 അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷയുടെ മരണ കാരണം ഈ 2 ആൾക്കാര് മൂലമാണ് എന്ന് അവൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷമാണ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിനുശേഷം ഇത്രയും ദിവസങ്ങളായി, 48 ദിവസമായി, ഇതുവരെ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആ 2 ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇതുവരെ ഒരു FIR പോലും ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ജസ്റ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു ടെമ്പററി ബേസിൽ. അത് അല്ലാതെ അതിന് മുകളിലായിട്ട് യാതൊരുവിധ ആക്ഷനോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വൻ വീഴ്ച തന്നെയാണ്. അവരുടെ വളരെ ലാഘവത്തോടുകൂടി ഈ കേസിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് വളരെ ഭീതിയോടുകൂടി നോക്കി കാണുന്നു ഞാൻ. കാരണം എനിക്ക് എന്റെ സിസ്റ്ററിനെ നഷ്ടപ്പെട്ടു. ഇത് ഇൻ ഫ്യൂച്ചറിൽ ഈ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും, വളർന്നു വരുന്ന കുട്ടികൾ, പെൺമക്കൾ, അവർക്ക് ഇതേപോലുള്ള ഓഫീസുകളിൽ അയക്കാനുള്ളതാണ്, ജോലി സ്ഥലങ്ങളിൽ അയക്കാനുള്ളതാണ്. ഇതേപോലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുമ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ള അവരുടെ ആ ഓഫീസേഴ്സിന്റെ മുന്നിലാണ് ഇവർ ഇനി പോകാനുള്ളത്. ഇതിന് അഗൻസ്റ്റ് ആയിട്ട് യാതൊരു ഒരു ആക്ഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഈ നീതിന്യായ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇത് വളരെ വിഷമത്തോടു കൂടി ഞാൻ നോക്കിക്കാണുന്നു. ഇതില് ആശങ്കയുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്. അതെ, അത് മാത്രമല്ല ശ്രീ അനൂപ്, നമുക്കറിയാം എത്ര മിടുക്കിയായിട്ടാണ് പഠിച്ച് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള പദവിയിൽ എത്തുന്നത്. നല്ല രീതിയിൽ തൻ്റെ സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവത്തിൽ നിന്നാണ് ഇത്തരത്തിൽ അനീഷ്യയ്ക്ക് മരണമെന്ന മാർഗമേ മുന്നിലുള്ളൂ എന്നുള്ള നിലയിലേക്കും സാഹചര്യത്തിലേക്കും എത്തുന്നത്. അതിനു മുൻപ് 50 പേജുള്ള ഒരു ഡയറി കുറിപ്പുണ്ട്. അതിൽ 19 പേജും ഇതിന് പ്രേരിപ്പിച്ചവരെ കുറിച്ച് തന്നെയാണ് വളരെ വ്യക്തമായി പറയുന്നത്. അതുമാത്രമല്ല, ചില സാക്ഷിമൊഴികളുമുണ്ട്. കാരണം അനീഷയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അഭിഭാഷകൻ, അതിനു മുൻപ് DDP ഏതു രീതിയിലാണ് അനീഷയോട് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത്, കാസർഗോഡേക്കുള്ള ട്രാൻസ്ഫർ വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സഹപ്രവർത്തകന്റെ രജിസ്റ്റർ നില, ഹാജർ നില അറിയുന്നതിനായുള്ള വിവരാവകാശ അപേക്ഷ പിൻവലിക്കണമെന്നതടക്കമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മൾ അതൊക്കെ ഇതിനു മുൻപ് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണി നൽകി വലിയ സമ്മർദ്ദത്തിലാക്കി അനീഷയ്ക്ക് അവസാനം ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിച്ചവരൊക്കെ ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇങ്ങനെ തല ഉയർത്തി നടക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കൂടി അനൂപ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യം പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു. അതിനുശേഷം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് ഉണ്ടായത്. പോലീസിന്റെ കേസ് അന്വേഷണത്തിലോ ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണത്തിലോ ഒട്ടും തന്നെ ഇംപ്രൂവ്മെന്റ് ഇല്ല. ഒട്ടും തന്നെ അതില് അതിനൊരു പ്രോഗ്രഷൻ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇത് വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ചാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ പിന്നിൽ ശക്തമായ സപ്പോർട്ടുണ്ട്. വളരെ ശക്തരാണ് ഇവരെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഈ കേസ് എത്രത്തോളം മെല്ലെ വലിച്ചു നീട്ടി ഇതിന്റെ ആ ഒരു എഫക്റ്റീവ്നെസ് അത് ഇല്ലാതാക്കുക, പിന്നെ മെല്ലെ അവര് ജോലിയിൽ തിരിച്ചു കയറുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുന്നതാണ്. ഇവിടെ ഈ കേരളത്തിന് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവമെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇവരൊക്കെ ജയിലിനടിയിൽ പോകേണ്ട സമയം കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയെ ഞാൻ വളരെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ ഒരു അപ്രോച്ചിനെ വളരെ ഭീതിയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ആക്ഷനും ഉണ്ടായിട്ടില്ല. ഇത്രയും പ്രൂഫ് അവള് വിട്ടിട്ട് പോയിട്ട് കൂടി ഇത്രയും ഓപ്പൺ ആയിട്ട് അവൾ പ്രൂഫ് എല്ലാവരുടെയും മുന്നിൽ, ഈവൻ മീഡിയക്ക് മുന്നിലും ഇത്രയും ഓപ്പൺ ആയിട്ട് അവള് പറഞ്ഞിട്ട് കൂടി ഇതിനൊരു ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്നത് വളരെ ആശ്ചര്യമായിട്ടാണ് തോന്നുന്നത്. വളരെ വിഷമമുണ്ട്, വളരെ ദേഷ്യം തോന്നുന്നു. അതെ.